ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ആഗോള അയ്യപ്പ സംഗമത്തിലെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം കേരളം ചർച്ച ചെയ്തപ്പോൾ സിപിഎമ്മിനേൽക്കുന്ന കനത്ത പ്രഹരം എന്താകുമെന്ന് പൊതുസമൂഹം ഉറ്റുനോക്കുകയായിരുന്നു. ഇപ്പോൾ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. തുമ്പ പോലീസാണ് അന്വേഷണം നടത്തുക. തനിക്കെതിരെ കടകംപള്ളി ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിൽ പറയുന്നത്. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. സിപിഎമ്മിന്റെ സംരക്ഷണത്തിൽ SIT കടകംപള്ളിയെ ചോദ്യം ചെയ്ത വിവരം രഹസ്യമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ പരസ്യമായി നാണം കെട്ടിരിക്കുകയാണ് മുൻമന്ത്രി കൂടിയായ കടകംപള്ളി. ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്ന ഭയം കടകംപള്ളിയെ അലട്ടിയിരുന്നുവെന്ന് പോറ്റിയുടെ നീക്കത്തിൽ നിന്നും വ്യക്തമാണ്. താൻ പുറത്തിറങ്ങുന്നത് തടയാൻ കടകംപള്ളി ശ്രമിക്കുകയാണെന്നും കടകംപള്ളിക്കെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് പോറ്റി പോലീസിൽ പരാതി നൽകിയത്. കേരളത്തിലെ മുൻമന്ത്രിക്ക് പിടിവീണ് കഴിഞ്ഞു. സിപിഎമ്മിന്റെ മുഖവും മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ചെയ്ത കള്ളത്തരത്തിന് പാർട്ടി പത്മകുമാറിനെ പുറത്താക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അറസ്റ്റിലായിരിക്കവേ പുറത്താക്കിയാൽ പത്മകുമാർ തിരിഞ്ഞുകൊത്തുമോ എന്ന ഭയം സിപിഎമ്മിനുണ്ടായിരുന്നു. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പാർട്ടി വിശദീകരണം തേടിയിരിക്കുന്നത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് A. പത്മകുമാറിന് തപാലിൽ നോട്ടീസാണ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പത്മകുമാറിനെ ഒഴിവാക്കിയിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിൽ കഴിഞ്ഞെങ്കിലും A. പത്മകുമാറിനെ ഇതുവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും നീക്കം ചെയ്തിരുന്നില്ല. ഇതിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഒടുവിൽ സിപിഎമ്മിന് ചെയ്തു കൂട്ടിയ കൊള്ളയ്ക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ശബരിമലയിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പ കേസുകളിലാണ് പത്മകുമാർ പ്രതിയായത്. ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ മാറ്റം വരുത്തിയതും സ്വർണം ചെമ്പെന്ന് തിരുത്തി എഴുതിയതും പത്മകുമാറാണെന്ന് SITയുടെ കണ്ടെത്തലിലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കേരളത്തിലെ വിശ്വാസികളെ വീണ്ടും പറ്റിക്കാനായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സിപിഎം പൊടിച്ചത് കോടികളാണ്. ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി നൽകാതെ കള്ളക്കണക്കുകളായിരുന്നു പിണറായി സർക്കാർ പരിപാടിയുടെ ചെലവിനത്തിൽ ഉൾപ്പെടുത്തിയത്. SNDP, NSS തുടങ്ങിയ സംഘടനകൾ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതും കേരളത്തിൽ ചർച്ചയായി. ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3.4 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നത്. ഫണ്ട് വിനിയോഗത്തിൽ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയെന്നും സംഗമത്തിന് സർക്കാരിന്റെ പണം ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കപ്പെട്ടുവെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് 8 കോടി ചിലവാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞിരുന്നു. എത്ര രൂപ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയെന്ന് വ്യക്തമല്ല. ഇത്തരത്തിൽ ഉത്തരവ് ലംഘിച്ചും കണക്കിൽ തിരിമറി നടത്തിയും 8 കോടിയോളം ചിലവാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. അന്വേഷണത്തിൽ VN വാസവനും കുടുങ്ങിയിരിക്കുകയാണ്. എത്ര കോടികൾ മുക്കിയെന്ന് മാത്രമേ കേരളം അറിയാനുള്ളൂ. ആഗോള അയ്യപ്പ സംഗമത്തിന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എത്തിയത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിലായിരുന്നു. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കിയതോടെ വെള്ളാപ്പള്ളിക്കും പണികിട്ടി. MK സാനുവിന്റെ ഹർജിയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ നടപടി ഉണ്ടായത്. തുഷാർ വെള്ളാപ്പള്ളിയും തൽസ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. 3 വർഷമായി ഓഡിറ്റ് അക്കൗണ്ട് ഹാജരാക്കിയില്ല. കമ്പനി ആക്ട് പ്രകാരം നടപടി പൂർത്തീകരിക്കാത്തത് തിരിച്ചടിയാകുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ വിശ്വാസികളെ പറ്റിക്കാൻ പദ്ധതിയിട്ട CPMകാർക്കും വെള്ളാപ്പള്ളിക്കും കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. ഓരോ മന്ത്രിമാർക്കും പാർട്ടി പ്രവർത്തകർക്കും ചരടുവലി നടത്താൻ കൂടെ നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇനി തിരിച്ചടി നേരിടാൻ പോകുന്നത്. വിശ്വാസികളുടെ വോട്ട് പിടിച്ചെടുക്കാൻ എത്ര സംഗമം നടത്തിയാലും കള്ളി വെളിച്ചത്താകുമെന്ന് CPMകാരും മുഖ്യമന്ത്രിയും തിരിച്ചറിയുകയാണ്. ഒന്നിനുമേൽ ഒന്നായി തിരിച്ചടികൾ നേരിടുന്ന CPMന്റെ ഭാവി ഇനി തുലാസിൽ തന്നെയാണ്.